നിൽക്കണോ? എന്ത് കിണറ്റില് മീനിനെ തീറ്റ കൊടുത്ത് ഇറക്കി വെച്ചുക്കണു ബക്കറ്റ്. അതുണ്ടാവും. അതിലുണ്ടാവോ? ആ കുടുങ്ങിക്കണോ? ആ നോക്കിയേക്ക പൊക്കിയേക്കാ വാ. മുയിനുള്ള കെണി ബക്കറ്റിൽ ഒരുക്കിക്കണൂന്നാണ് സൽമാൻ പറയുന്നത്. ഇതില്ലേ ഇതില്ലേ ആ മീനുണ്ടാവും. മീനോ? അത് ബക്കറ്റ് ഇത് അത് ഈ കയറിൽ ഇതങ്ങനെ ബക്കറ്റ് കെട്ടി ഇറക്കിയേക്കാണ്. ബക്കറ്റ് ഉണ്ട് ഇതില്. അതില് മാമു തീറ്റ ഒക്കെ ഇട്ട് കൊടുത്തുക്കണൂന്നാണ് പറയുന്നത്. ഇപ്പൊ ഇങ്ങനെ കാണിച്ചു തരാം. ഇതാ ബക്കറ്റ്. അതില് ബക്കറ്റ് ഉണ്ട്. മീൻ കുടുങ്ങിക്കണോ? ആരാ പറഞ്ഞ അതില് മീൻ കുടുങ്ങിക്കണോ? ഉറങ്ങുക? എന്ത് മിമി ഉറങ്ങുക? ആ ഉണ്ട് ഇത്തരേ ഉറങ്ങുക ഇത്തരേ. നമുക്കൊന്ന് പിടിച്ചു നോക്കാം. ഒന്ന് പൊക്കി വെക്കാം. ആ വവ് വരട്ടെ. സൽമാന്റെ ജ്യേഷ്ഠത അവിടെ പുറത്ത് ആരോടോ സംസാരിക്കാണ്. ജ്യേഷ്ഠൻ വന്നിട്ട് ഞങ്ങള് ബക്കറ്റ് പൊക്കും മീനിനും പൊക്കും അല്ലേ മാനെ? കുറച്ച് ഈസായി നമ്മളിതുമ്പോ കടന്ന് തിരിയണു. ഇന്ന് അതിനെ പൊക്കും. ജ്യേഷ്ഠന്റെ സംസാരം കഴിഞ്ഞിട്ട് വേണം ജ്യേഷ്ഠനെ കൊണ്ട് ബക്കറ്റ് പൊക്കിക്കാനുള്ള പരിപാടിയിലാണ് സൽമാന്. ജ്യേഷ്ഠന്റെ സംസാരമാണെങ്കിൽ തീരണേ അല്ല. അത് മനസ്സിലാക്കിയ സൽമാൻ അങ്ങോട്ട് ചെന്നിട്ട് ജ്യേഷ്ഠനോട് മതി വർത്താനം പറഞ്ഞ മതി. ഇങ്ങോട്ട് പോരാ. ഇവിടെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യത്തിന് നിൽക്കുകയാണ്. അവിടെ കാര്യമായിട്ട് എന്തോ സംസാരിച്ചോണ്ടിരിക്കാൻ പാനെ. അതൊന്നും തീരൂല അല്ലേ? അതൊന്നും കഴിയൂലെന്ന്. ജ്യേഷ്ഠന്റെ സംസാരം തീരില്ല എന്ന് കണ്ട സൽമാൻ അങ്ങോട്ട് ഇറങ്ങി ചെന്നു. അയ്യോ ഇപ്പൊ നേരെ മറിച്ചാണ്. അവിടെ കാര്യമായിട്ട് വേറെ കുറ്റിക്കോട് സൽമാന്. കുറ്റിക്കോട് ആമി എടുക്കാന് എല്ലാ ആളെ ഡിസ്റ്റർബ് ആക്കിയിട്ട് ആളെ പറഞ്ഞയച്ചു സൽമാന്. മീനെ പിടിച്ച മീനെ പിടിച്ച ഉറങ്ങാ അതിനെ പൊക്കണം. ചൂണ്ടല് പോയി. അവസാനത്തെ ശ്രമമാണ്. ബക്കറ്റിൽ ഇന്നലെ മുതല് ഇതാക്കിയാണതിൽ ഉണ്ട് എന്നാണ് പറയണത്. ഉമ്മാൻ കണ്ടുക്കണോ? അതിലുണ്ട് ഇത്ര വീഡിയോ എടുക്കണ്ട്. ഇജ്ജ് പൊക്കേ. ആ പടക്കണുണ്ട് ഉമ്മാനെ. പേടിത്തൊണ്ടനാണേ. എന്നാ മീന് പിടിച്ചും വേണം. മനെ ആ മീനിനെ പിടിച്ച പിടിച്ച കല്ലുണ്ട് താടാനെ. മനെ ഇജല്ലേ പറഞ്ഞ അതിൽ ഉറങ്ങാണ് മീൻ അതിലുണ്ട് ഉറങ്ങാണ് എന്നൊക്കെ. നമ്മളൊരു ശ്രമവും നടക്കില്ല. ആ മുയിനെ നമുക്ക് കിട്ടൂലടാ മനെ. ആ ഉപ ആദ്യം നല്ലോണം തീറ്റി പോയിട്ടേ ആ മുയിനെ കിട്ടും എന്നൊക്കെ തോന്നുന്നില്ല. തലമ കൈ വെച്ചിട്ടൊന്നും കാര്യമില്ല. ഇജേ ആദ്യം അതിന് നല്ലോണം തീറ്റ കൊടുത്തുപോയി. അപ്പിട്ട് കൊടുത്തിട്ടു അതിട്ട് കൊടുത്തിട്ടു പിന്നെ ചൂണ്ടലിന്റെ കുളത്തിമന്നെ ഇട്ടിട്ട് അത് തിന്നുമ്പത്തിനും വലിച്ചിട്ടൊക്കെ ആ കൂരാ. നമ്മളൊരു ഐഡിയ നടക്കണില്ല അല്ലേ? എന്ത് ചെയ്യാ?
അതൊക്കെ എറിഞ്ഞെടുത്തോ, തീറ്റ കൊടുത്തോ. മീമി കുച്ചിന്റെ ഇത് മാമന്ന് തിങ്ങണം. മീമിയെ പിടിച്ചണ്ടേ മാമുന്നണെന്ന്. ആ ഇവിടെ പോര്, അതിനെ കിട്ടൂല. അതിന് നല്ലോണം തീറ്റി. മൂഡ് പോയി സൽമാന്റെ. വിഷമായി. ഇനിയിപ്പോൾ എന്നാ അതിനെ കിട്ടുക, എന്നാ വിഷമം തീരുള്ളൂ. ഇനിയിപ്പോൾ അടുത്ത ഉണ്ടപ്പായിക്ക് വിളിക്കാൻ പോവാണ് ഇതിനെ പൊക്കണം എന്ന് പറഞ്ഞിട്ട്. ഉണ്ടപ്പായിക്കോ? ആ ആളെ ഉണ്ടോ? മൗലൂദല്ലേ ഷർമൂര്? ആ ഉണ്ട്. എങ്ങേ ആ ഇഞ്ഞ ഓക്ക് അതാ ഓക്ക് ആ ഓക്ക് ബക്കറ്റില് മീനെ കിട്ടിയില്ല എന്ന് പറഞ്ഞു. മീമിയേ ആ അതെ അങ്ങടാ ഗുണ്ടോ? ഉണ്ട എന്താ ഗുണ്ട പറയണ? ആ ഉണ്ട തോക്കിന്റെ ഉള്ളിലുള്ള ഉണ്ട. പക്കമുണ്ടാണ് പക്കമുണ്ട. അത് വാങ്ങി അത് ഡ്രൈവിങ്ങിലോ കട്ട് ചെയ്തോ? 2 മണിക്കൂറോളം തേച്ചൊരച്ച് കഴുകിയ ചെരുപ്പ്. മീൻ കിട്ടില്ല എന്നുള്ള ഫീലിങ്ങില് പരിയിലിരിക്കല്ലേ. അപ്പൊ എന്തായാലും പുറത്തു പോവാന്നുള്ള പ്ലാനായി. അപ്പോഴേക്കും ഉണ്ടപ്പായും വരും. മഴ പെയ്ത് കഴിഞ്ഞാൽ എന്റെ ബാക്കിൽ ഒന്നും തട്ടൂലല്ലോ, വെള്ളം പോലെ കാറ്റും തട്ടൂല. അതിനാണ് എന്റെ പിന്നിൽ ഇപ്പം ഒരു സർവത്തും ഒരു തേനുണ്ടിയല്ലേ തിന്നത്. ഇനി കുഴപ്പമില്ല, ഒരു ചായ കുച്ചൂലേ? ഉച്ചെങ്കിലും വാങ്ങി തരുള്ളൂ കേട്ടോ. ഓക്കെ, ഡിക്കാരി ചായക്ക് പോയാലോ? പോരി. ഈ മഴയത്ത് നല്ല രസം ഉണ്ടാവും. ഇപ്പൊ സമയത്ത് 7:30 മണി കഴിഞ്ഞു. എവിടെ ഡിക്കാരിന്റെ വണ്ടിയോടെ? അന്നാ നമുക്ക് എടുക്കാൻ പോണേ. മഴ പെയ്താ നനയും. അനക്കപ്പൊ എന്റെ വണ്ടിമ്മ പറ്റൂല അല്ലേ? മനെ എന്റെ വണ്ടിമ്മ പറ്റൂല. മഴ കൊള്ളായിരിക്കാനല്ലേ ജമ്മ കേറിന്. പകുതി ദൂരം പിന്നിട്ടപ്പോൾ ആശ ഉണ്ടപ്പായുടെ വണ്ടിമ്മ ഇറങ്ങിയിട്ട് നേരെ എൻ്റെ വണ്ടിമ്മ കയറി. ബാക്കി പകുതി എൻ്റെ വണ്ടിമ്മ പോവാനത്രേ. സൽമാൻ ഒരു ബൂസ്റ്റും ബാക്കി 3 ചായയും പറഞ്ഞതാ. പക്ഷെ അവരറിയാണ്ട് 4 ചായ എടുത്തു. അപ്പൊ പിന്നെ മടക്കി വിടുന്നത് മോശമല്ലേ. അപ്പൊ സൽമാനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് കുടിപ്പിക്കാണ്. ബീഫോ? ബീഫ് റോസ്റ്റ് മസാല ഏതാണ്ട് ബീഫ് മസാല ഒരു ബീഫ് മസാല ചായ വഞ്ഞു. അത് കഴിഞ്ഞ് ദോശ വഞ്ഞു. അത് കഴിഞ്ഞിട്ട് എന്താ ബീഫോ? മോനെ ബീഫ് നീ കുടിന്ന് മാമുന്നോ? ആ കൊച്ചു കുടിന്നാറുണ്ട്. എന്തൊക്കെയാ എന്നുവെച്ചപ്പെടുത്ത് എന്താ ഇനി കുടിയുന്നുണ്ടേ? ആണ് മനെ ഞാൻ ഇപ്പൊ കുടിന്ന് ഇറങ്ങുമ്പോഴേ നല്ല മുരിങ്ങക്കായി കറി ചോറൊക്കെ കണ്ടു, നല്ല മീൻ പൊരിച്ചൊക്കെ ഉണ്ട്. അപ്പൊ എനിക്ക് വേണ്ട, ഞാൻ കുടീന്ന് അടിച്ചോണ്ട് കുറെ ദിവസമായി കുടീന്ന് ചോർന്നിട്ടു. എന്നും പുറത്തു തന്നെ അല്ലേ. ഈ ഹോട്ടലുകളൊക്കെ പൂട്ടി നമ്മളെന്താ കാട്ടുക? അപ്പൊ എന്തെങ്കിലും വെച്ചുണ്ടാക്കല്ലേ? ആ
അതെ ഏത് ഓക്കെ ആ ഓക്കെ ഓക്കെ ആ ആ തോക്ക് മീൻ പിടിച്ചല്ലേ ആ വാറൂക്ക് കൊണ്ടുവരും ആ മുട്ടല്ല എന്റെ മരത്തിന് മുട്ടന്റെ ആ ഓപ്പ അങ്ങോട്ട് പോയിക്കോളൂ ആ ഇപ്പോഴും സൽമാന്റെ മൈൻഡിൽ ആ മീനിനെ എങ്ങനെങ്കിലും തൂക്കണം എന്നുണ്ട്. രണ്ട് മൂന്ന് മുറുക്ക് ചായ കുടിച്ചപ്പോഴാണ് സൽമാന് ഡൗട്ട് അടിച്ചത്, ഇത് ചായയാണോന്ന്. ചങ്ങായിമാരെ, ഞാനൊരു പൊറാട്ട പറഞ്ഞിരുന്നു, അതിന് 2 കഷ്ണം ബീഫ് അന്ന് എടുത്തതിനാണ് ഇപ്പൊ ഈ പറച്ചിലൊക്കെ. എന്താ അല്ല അത് എന്റെ ഓള് സ്വർഗത്തിൽ നിന്ന് വിളിച്ചിക്കുക. അനക്കിപ്പോ അതോ കൺഫേം ആണല്ലോ, ഞങ്ങൾക്കല്ല പോയി കിട്ടാത്ത. അനക്ക് 40 ആളെ വിളിച്ചോ വസ്തു ഉണ്ടപ്പോ അത് വിളിച്ചിട്ടില്ല എന്റെ സ്വഭാവം മാറും. സൽമാന്റെ നോട്ടം നോക്ക്, എന്താണെന്നറിയോ, ഉണ്ടപ്പായി അതായത് ഒരു കഷ്ണം ബീഫ് എടുത്ത് തിന്നുക, അതിനാണ് ഇപ്പൊ ആ നോട്ടം നോക്കണത്. ഒന്നും വേണ്ട ഭായ് ഇന്നേ അത്തിരി ഉണ്ടെണ്ണ പിന്നെ നീ കുടിയിൽ നീരുണ്ടേ, നീ കുടിയിൽ നിന്നെണ്ണ എളുപ്പന്നോ ഫുള്ളാണെന്നോ ഒരു ദോശം എന്നിട്ട് ഫുള്ളായിക്കേ. അങ്ങനെ കഴിക്കലൊക്കെ കഴിഞ്ഞു. ഉണ്ടപ്പ ഇതാ പൈസ കൊടുത്തിട്ട് വരികയാണ്. അയ്യോ അവിടെ വണ്ടിയോടെ അല്ല പേച്ചോക്കിനോർത്ത് കണ്ടില്ല. അപ്പൊ നമ്മുടെ വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. വീഡിയോ കണ്ടിട്ടുള്ള നിങ്ങളുടെ എന്തെങ്കിലും ഒരു അഭിപ്രായം കമന്റ് ആയിട്ട് അറിയിക്കുക. അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം.